إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനായ പരിശുദ്ധ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഒരു മുഅ്മിനിൻ്റെ പദവികൾ ഉയർത്തപ്പെടുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സദാസമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത. ഈ ചിന്ത സഹോദരങ്ങളെ നമ്മെ നന്നാക്കി തീർക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ അത് നന്നാക്കി തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ സദാസമയം നിരീക്ഷകനാണ്. എല്ലാ സമയത്തും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാറ്റിനെയും സർവ്വതിനെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പരലോകത്ത് വെച്ച് അല്ലാഹുവിനോട് പറയും വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം. അല്ലാഹുവേ, എൻ്റെ സമുദായത്തിൻ്റെ കൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അവരുടെ കാര്യം അറിഞ്ഞിരുന്നു, നോക്കിയിരുന്നു, കണ്ടിരുന്നു. ഫലമ്മാ തവഫൈതനി, എന്നാൽ നീ എന്നെ ഏറ്റെടുത്തപ്പോൾ, നീ എന്നെ ഉയർത്തിയപ്പോൾ കുൻത അൻത റഖീബ അലൈഹിം, അല്ലാഹുവേ നീയാണ് അവരുടെ മേൽ നിരീക്ഷകനായിട്ടുള്ളത്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, റബ്ബേ നീയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും സാക്ഷിയായിട്ടുള്ളവൻ. സഹോദരങ്ങളെ, ഈ പറഞ്ഞ മഹത്തായ ആയത്തുകളിലെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല സദാസമയം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സമയത്തും അവൻ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേൾവിയും നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അർ റഖീബ്, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ. സഹോദരങ്ങളെ, അള്ളാഹു അറിയാതെ, അള്ളാഹു കേൾക്കാതെ, അള്ളാഹു കാണാതെ, അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ യാതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ചിന്ത സദാസമയം നമുക്കുണ്ടായിരിക്കണം എന്നതിനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് സന്ദർഭങ്ങളിൽ അള്ളാഹു എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ കാര്യത്തിലാണ്. അള്ളാഹു നമ്മോട് പല കാര്യങ്ങളും കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ മാത്രം ആരാധിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. 5 നേരത്തെ നിസ്കാരം കൽപ്പിച്ചിരിക്കുന്നു. സകാത്തും നോമ്പും ഹജ്ജും തുടങ്ങി ധാരാളക്കണക്കിന് ഇബാദത്തുകൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ഐച്ഛികമായി പുണ്യകർമ്മമായി ചെയ്യാൻ നമ്മോട്
കൽപ്പിച്ചിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ നന്നായി തീരാൻ കാരണമായി തീരും. കാരണം നമുക്കറിയാം, ഒരു വ്യക്തി നമ്മെ നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ പൊതുവെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകും. എന്നാൽ സദാസമയം നിരന്തരം നമ്മൾ എവിടെ ചെന്നൊളിച്ചാലും, ഒരാളുമില്ലാത്ത നാട്ടിൽ നമ്മൾ എത്തിയാലും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി നമുക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ, അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന പദവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ഇസ്ലാമിനെ കുറിച്ച്, ഈമാനിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ച അതിനുത്തരം പറഞ്ഞ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ, അഥവാ അല്ലാഹു എൻ്റെ മുന്നിലുണ്ട് എന്ന രൂപത്തിൽ നീ റബ്ബിനെ ഇബാദത്തുകൾ ചെയ്യുക, നീ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇനി അല്ലാഹുവിനെ കാണുന്നത് പോലെ നിനക്ക് അവനെ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അല്ലാഹു നിന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇത് സഹോദരങ്ങളെ, അല്ലാഹു എന്നെ കാണുന്നു, നിരീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇതൊരാൾക്ക് സാധിച്ചാൽ അത് വലിയ പദവിയാണ്, അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമതായി റബ്ബിൻ്റെ കൽപ്പനകളുടെ കാര്യത്തിൽ ഈ ചിന്ത നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു വിലക്കിയ, അല്ലാഹു വിരോധിച്ച, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളുടെ വിഷയത്തിൽ നമുക്ക് ഈ ചിന്ത ഉണ്ടായിരിക്കണം. അല്ലാഹു ഒരു കാര്യം വിലക്കി എന്ന് നമ്മൾ കേട്ടാൽ, നമ്മൾ പഠിച്ചാൽ, നമ്മൾ അറിഞ്ഞാൽ സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സ് മാടി വിളിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം അതിലേക്ക് ചായുമ്പോൾ എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം. തിന്മകൾ, ഹറാമുകൾ, മോശമായ കാര്യങ്ങൾ അത് ചെയ്യുന്ന സന്ദർഭത്തിൽ, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു എന്നെ നോക്കിക്കാണുന്നു, അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. സഹോദരങ്ങളെ, പലപ്പോഴും ജനങ്ങൾ, നമ്മിൽ പലരും, നമ്മൾ ഓരോരുത്തരും, ഒരാളെയും ഈ വിഷയത്തിൽ കുറ്റം പറയാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തത്തെയാണ് വീണ്ടും വിചാരം, ആത്മപരിശോധന നടത്തേണ്ടത്. ആരുമില്ല എന്ന് കണ്ടാൽ പലപ്പോഴും തിന്മകളിലേക്ക് നമ്മുടെ ഹൃദയം ചാഞ്ഞു പോവാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും, ഒരു പൂച്ചയുടെ ശബ്ദം കേട്ടാൽ, ഒരു കുട്ടി അവിടേക്ക് കടന്നു വന്നാൽ, ജനലൊന്ന് അടഞ്ഞാൽ നെട്ടിപ്പോകും. ആരോ വരുന്നുണ്ട്, ആരോ ശ്രദ്ധിക്കുന്നുണ്ട്, ആരോ കാണുന്നുണ്ട് എന്ന ചിന്ത പൊടുന്നനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാണുന്നു എന്ന ചിന്തയല്ലേ നമുക്കുണ്ടാവേണ്ടത്. ആര് കണ്ടില്ലെങ്കിലും, ആര് നോക്കിയില്ലെങ്കിലും, ആര് കേട്ടില്ലെങ്കിലും, ആരറിഞ്ഞില്ലെങ്കിലും അല്ലാഹു എന്നെ കാണുന്നു എന്ന ചിന്ത, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ, അതിലേക്ക് നമ്മുടെ മനസ്സ് ചായുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതാണ്. സലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞതായി കാണാം, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അയ്യകൂന അഹ്വനൻ നാദിരീന ഇലൈക, നിന്നെ നിരീക്ഷിക്കുന്ന, നിന്നെ നോക്കിക്കാണുന്ന ആളുകളിൽ ഏറ്റവും നിസാരനായി അല്ലാഹു ആയിത്തീരുക എന്നതിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. മനുഷ്യർ, ചെറിയ കുട്ടികൾ വരെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ മാറിമറിയുകയാണ്. ആ പേടി സഹോദരങ്ങളെ, സദാസമയം നമ്മെ കാണുന്ന റബ്ബിനെ കുറിച്ചില്ല എങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് അല്ലാഹുവും അവൻ്റെ റസൂലും മുൻഗാമികളും നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ഈ ചിന്ത ഈ കാലത്ത് പ്രത്യേകം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. പഴയ കാലത്ത് കുറച്ചു മുന്നേ ഒരു തിന്മ ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ, ഒരു ഹറാമ് കാണാൻ ആളുകളുടെ കണ്ണു വെട്ടിച്ചു വേണം പോകാൻ. ആരും അറിയാതെ, ആരും കാണാതെ, അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാതെ ദൂരെ പോയി അങ്ങനെ പല തെറ്റുകളിലേക്കും പല ഹറാമുകളും കാണാൻ പോയ ചരിത്രം പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് അങ്ങേയറ്റം കാവൽ ചോദിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മൊബൈൽ ഒന്ന് നന്മകൾക്ക് വേണ്ടി നമ്മുടെ സ്ക്രീൻ ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ എന്തൊക്കെ രൂപത്തിലുള്ള ഹറാമുകളാണ്
നമ്മുടെ മൊബൈലുകളിലേക്ക്, നമ്മുടെ സ്വകാര്യ റൂമുകളിലേക്ക് കടന്നു വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, യുവാക്കൾ, യുവതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും നിങ്ങളെ കാണുന്നില്ല എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ കാണുമ്പോൾ, ഹറാമുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ, ഹറാമുകൾ ചെയ്യുമ്പോൾ ചിന്തിക്കുക, അള്ളാഹു എന്നെ കാണുന്നു. മുൻഗാമികൾ തിന്മകൾ, തെറ്റുകൾ ഭയന്നതിൻ്റെ കാരണം സഹോദരങ്ങളെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തിന്മകളായതുകൊണ്ടല്ല ഭയപ്പെട്ടത്, മറിച്ച് ആ തിന്മകൾ ചെയ്യുമ്പോൾ എങ്ങാനും മരിച്ചു പോകുമോ എന്നതായിരുന്നു അവരെ ഭയപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ, യുവതികളെ നമ്മൾ ശ്രദ്ധിക്കുക. ആരോരും കാണാതെ ഉമ്മയുടെയും ബാപ്പയുടെയും കണ്ണുവെട്ടിച്ച് അന്യപുരുഷന്മാരോട് സഹപാഠികളാണ്, കൂട്ടുകാരാണ് എന്ന പേരിൽ സ്വകാര്യമായി ചാറ്റ് ചെയ്യുമ്പോൾ, ഹറാമായ ബന്ധങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ ചിന്തിക്കുക, ഭയപ്പെടുക. ആ സംസാരത്തിലായിക്കൊണ്ട്, ആ ചാറ്റിലായിക്കൊണ്ട് മരിച്ചുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അവസാനം നന്നായില്ലെങ്കിൽ, അന്ത്യം നന്നായില്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിക്കണമെങ്കിൽ നന്മയിലായി ജീവിക്കണം. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് നമ്മിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു വിലക്കിയ, വിരോധിച്ച കാര്യങ്ങൾ അത് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തി, അലം യഅലം ബി അന്നല്ലാഹ യറാ. അവർ ഓർക്കുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹു അവരെ കാണുന്നു എന്ന്? സഹോദരങ്ങളെ, ഈ ചിന്ത നമ്മുടെ മൊബൈൽ നമ്മുടെ മുന്നിലേക്ക് തെളിയുമ്പോൾ, ഹറാമിന്റെ കാഴ്ചകൾ തെളിയുമ്പോൾ, അലം യഅലം ബി അന്നല്ലാഹ യറാ എന്ന സൂറത്തുൽ അലഖിലെ 14-ാമത്തെ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല. എൻ്റെ സ്വന്തം മൊബൈൽ, എൻ്റെ സ്വകാര്യമായ ഇന്റർനെറ്റ്, എൻ്റെ സ്വകാര്യമായ മുറി, ആരും വരാനില്ല. പക്ഷേ അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലേ? ഈ ആയത്ത് സഹോദരങ്ങളെ നമ്മുടെ കാതുകളിലേക്ക് അടിക്കണം. ഹറാമായ ബന്ധങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുമ്പോൾ, അതിനുവേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ, അതിനുവേണ്ടിയുള്ള ചാറ്റ് റൂമുകളിലേക്ക് കയറുമ്പോൾ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹു കാണുന്നു എന്ന്? ആ ആയത്ത് നമ്മുടെ കാതുകളിലേക്ക് അടിക്കട്ടെ. അള്ളാഹു പറഞ്ഞു, അവലാ യഅലമൂന അന്നല്ലാഹ യഅലം മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അള്ളാഹു രഹസ്യവും പരസ്യവും അറിയുന്നു എന്നവർ ചിന്തിക്കുന്നില്ലേ, എന്നവർ മനസ്സിലാക്കുന്നില്ലേ, എന്നവർ അറിയുന്നില്ലേ? അള്ളാഹു അതാ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹുവെങ്കിലും അവൻ്റെ അറിവുകൊണ്ടും അവൻ്റെ കഴിവുകൊണ്ടും നിങ്ങളുടെ കൂടെ തന്നെ അള്ളാഹു ഉണ്ട്. നിങ്ങൾ 3 പേരാണെങ്കിൽ 4-മതായി അള്ളാഹു ഉണ്ട്, നിങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട്. നിങ്ങൾ 4 പേരാണെങ്കിൽ 5-മനായി അള്ളാഹു ഉണ്ട്, നിങ്ങളെ കേട്ടുകൊണ്ട്, നിങ്ങളെ കണ്ടുകൊണ്ട്, നിങ്ങളെ അറിഞ്ഞുകൊണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ നോക്കിക്കാണുന്നതാണ്. അത് അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും. ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന്, നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുകയില്ല. വഹുവ മഅഹും, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. അള്ളാഹു നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ കാണുന്നു, നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ. അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നിങ്ങൾ നടത്തി, അങ്ങനെ നിങ്ങളുടെ സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ, വഹുവ മഅഹും, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സൂക്ഷിക്കേണ്ട കാര്യമാണ്, നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. തെറ്റുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ, തിന്മകളിലേക്ക് നമ്മെ മാടി വിളിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, നമ്മുടെ വിരൽ തുമ്പുകളിലാണ് എന്നത് അത്ഭുതകരമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മെ നന്നാക്കാൻ അള്ളാഹുവിൻ്റെ ആയത്തുകളല്ലാതെ മറ്റൊന്നുമില്ല. രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കാൻ മക്കൾ തയ്യാറല്ല. കാരണം അവർക്ക് അവരുടേതായ നിയമങ്ങളാണ്. ഇന്നൊന്ന് കൈപിടിച്ചു വലിച്ചാൽ അതിന്റെ പിന്നാലെ കോടതി കയറണം. അതുകൊണ്ട് രക്ഷിതാക്കൾ വരെ ഭയപ്പെട്ട് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളെ, പ്രിയമുള്ളവരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ നന്നാക്കാൻ ഒരാളുമില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളല്ലാതെ.
ഈ പറഞ്ഞ പേടിപ്പെടുത്തലുകളല്ലാതെ, നമ്മുടെ അന്ത്യം അതിനെക്കുറിച്ച് ചിന്തിക്കലല്ലാതെ നമ്മെ നന്നാക്കാൻ മറ്റൊന്നുമില്ല എന്നത് നമ്മൾ ആവർത്തിച്ച് ശ്രദ്ധിക്കുക, ഓർമ്മപ്പെടുത്തുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഏടുകൾ തുറക്കപ്പെടുമ്പോൾ, നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഏടുകൾ തുറന്നു വെക്കപ്പെടുമ്പോൾ എനിക്കിത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെടരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ദുരവസ്ഥകളിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയം നിരന്തരം നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ വിരോധങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, നമ്മുടെ ഇബാദത്തുകൾ നന്നാവാൻ, നമ്മുടെ പര്യവസാനം, നമ്മുടെ അന്ത്യം അത് നന്നാവാൻ നമ്മെ ഏറെ സഹായിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്ന ആളുകൾക്ക് റബ്ബ് ഒരുക്കി വെച്ചത് നിസാരമായ കാര്യമല്ല. അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ ബയ്യിനയിൽ നമുക്ക് കാണാം, ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറദു അൻ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളാണ്, എന്നെന്നും അതിലായിരിക്കും അവർ. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻ, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആരാണ് അല്ലാഹു ഈ പറഞ്ഞ ആളുകൾ? ദാലിക ലിമൻ ഖശിയ റബ്ബഹു, ആരാണോ തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടത്. സഹോദരങ്ങളെ, റബ്ബിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് വരുമ്പോൾ, ഉമ്മയും ബാപ്പയും നോക്കുമ്പോൾ, നമ്മെ ജനങ്ങൾ കാണുമ്പോഴല്ല, ആരോരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, റബ്ബിനെ ഭയന്നുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹുവിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യാൻ അത് നമുക്ക് സാധിക്കണം. അതാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ രഹസ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ മുൽക്കിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, തീർച്ചയായും ആരാണോ രഹസ്യമായി ഒരാളും കാണാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ, അവർക്ക് പാപമോചനമുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കും. വ അജ്റുൻ കബീർ, അവർക്ക് അതിമഹത്തായ വലിയ പ്രതിഫലമുണ്ട്. പരലോകത്തെ വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു സൃഷ്ടിയുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗം അത് അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകുമെന്നാണ്. ആർക്കാണ് സഹോദരങ്ങളെ? ആർക്കാണ്? അള്ളാഹുവിനെ രഹസ്യമായി ഭയപ്പെടുന്ന ആളുകൾക്ക്. ഈ കാലഘട്ടത്തിൽ ഈ ആയത്തുകൾ ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ്. അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തു ഖാഫിൽ നമുക്ക് കാണാം, വൗസിലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് പരലോകത്ത് അധികം ദൂരമല്ലാത്ത രൂപത്തിൽ അതാ സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടുന്നു. തഫ്സീറുകളിൽ നമുക്ക് കാണാം, പരലോകത്ത് മുത്തഖികൾ, തഖ്വ പാലിച്ച ആളുകൾ പരലോകത്ത് സ്വർഗം നോക്കിക്കാണും. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ അവർ കാണും. അവരോട് പറയപ്പെടും, ഹാദാ മാ തുഅദൂൻ ലികുല്ലി അവ്വാബിൻ ഹഫീദ്, ആ സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത്, വാഗ്ദാനം ചെയ്യപ്പെട്ടത് അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങിയവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്കാകുന്നു. ആരാണവർ? അവരുടെ വിശേഷണങ്ങൾ എന്താണ്? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യത്തിൽ, അദൃശ്യത്തിൽ, ഒരാളും കാണാത്ത സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളാകുന്നു അവർ. വജാഅ ബിഖൽബിൻ മുനീബ്, താഴ്മയുള്ള ഹൃദയവുമായി പരലോകത്ത് വന്നവരാകുന്നു അവർ. അവരോട് പറയപ്പെടും, ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. ദാലിക യൗമുൽ ഖുലൂദ്, ആ ദിവസമാകുന്നു നിത്യവാസത്തിന്റെ ദിവസം. ഇനി ആ സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തു കടക്കുകയില്ല. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അവിടെ സുഖവും സുഖാനുഭൂതികളും സന്തോഷവും സമാധാനവും ആഹ്ലാദവും മാത്രം. സഹോദരങ്ങളെ, നൈമിഷികമായ സുഖങ്ങൾ മാത്രമാണ് ദുനിയാവിൽ. ഏത് ഹറാമിന്റെ കാഴ്ചകൾ നമ്മെ ഇക്കിളിപ്പെടുത്തിയാലും അത് നൈമിഷികമാണ്. ആ സുഖം, ആ ഹറാമിന്റെ സുഖം
നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവും. പലപ്പോഴും തിന്മകൾ ചെയ്ത് പിന്നീട് ആ തിന്മകളുടെ ആസ്വാദനം നഷ്ടപ്പെട്ട് സ്വന്തം ജീവനൊടുക്കുന്ന അവസ്ഥയിലേക്ക് പല ആളുകളും എത്തിപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിലെ ഹറാമായ ആസ്വാദനം എന്ന് പറഞ്ഞാൽ, റബ്ബിനെ ഭയക്കാതെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുഖം നൈമിഷികമാണ് എന്ന് നമ്മൾ ഓർക്കുക. എന്നാൽ പരലോകത്ത് അല്ലാഹു ഇതാ സുരക്ഷിതമായ സമാധാനത്തോടു കൂടിയുള്ള ഭവനം, അതിൽ നിത്യവാസം ഒരുക്കി തരികയാണ്. തീർന്നില്ല, അല്ലാഹു പറയുന്നു ലഹും മാ യശാഊന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്കുണ്ട്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മുടെ മനസ്സിൽ ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തകൾ വരുന്നുവോ, ദുനിയാവിൽ ഒന്ന് കണ്ണടച്ചു പിടിച്ചാൽ ലഹും മാ യശാഊന ഫീഹാ, പരലോകത്തതാ അല്ലാഹു അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് നൽകുമെന്നാണ്. ദുനിയാവിൽ പെണ്ണിന്റെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ തെറ്റിപ്പോവാറുണ്ട്. സ്വർഗത്തിലതാ അല്ലാഹു തരുണീമണികളെ ഒരുക്കി വച്ചിരിക്കുന്നു. മദ്യമാണോ? ലഹരിയില്ലാത്ത, മത്തുപിടിക്കാത്ത, തലവേദന എടുക്കാത്ത മദ്യത്തിന്റെ പുഴകൾ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. എല്ലാ സുഖങ്ങളും സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. വലദൈനാ മസീദ്, ആ സുഖങ്ങൾ അതിന് പുറമെ അല്ലാഹു പറയുന്നു വലദൈനാ മസീദ്, നമ്മുടെ അടുക്കൽ അവർക്ക് അധികമായിട്ടുമുണ്ട്. എന്താണ് അധികം? സഹാബത്ത് വിശദീകരിച്ചു, അല്ലാഹുവിനെ നോക്കിക്കാണലാണ്. ദുനിയാവിൽ ഏതൊരു റബ്ബിനെയാണോ നമ്മൾ രഹസ്യമായി ഭയപ്പെട്ടത്, ഏതൊരു റബ്ബ് കാണുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ തിന്മകളിൽ നിന്ന് മാറി നിന്നത്, ആ റബ്ബിനെ അല്ലാഹു സ്വർഗത്തിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ മരണം വരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ച് കരസ്ഥമാക്കേണ്ട, നേടിയെടുക്കേണ്ട കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.